അങ്ങനെ കെട്ടിയവൻ്റെ പുറകെ നടന്ന് അവസാനം സാധനം എൻ്റെ കൈ കിട്ടി. എനിക്കൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ്. എത്ര ദിവസമായി ഞാൻ പറയുന്നു എന്നറിയോ, ഒരു ബിയർ മേടിച്ച് തരുമോ എന്ന്. മേടിച്ചുകൊണ്ട് തരത്തേയില്ലായിരുന്നു. അവസാനം എൻ്റെ സ്വഭാവത്തിന് ഞാൻ തന്നെ പോയി മേടിക്കും എന്നുള്ള അവസ്ഥയായപ്പോൾ ആ ചീത്തപ്പേരും കൂടെ വേണ്ടെന്നോർത്ത് കെട്ടിയവൻ ഇന്നലെ മേടിച്ചുകൊണ്ട് തന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ ഇന്ന് അതും കൊണ്ട് ബിയർ പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഡിഷൊന്നും അല്ല. ബിയർ പഴംപൊരി ഒന്ന് ടേസ്റ്റ് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് മാത്രം. ഇപ്പോൾ ട്രെൻഡിങ് ഒന്നും അല്ല, സാധനം എൻ്റെ കൈ കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ ഇപ്പോഴല്ലേ ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെ കുറച്ച് മൈദ ഒരു പാത്രത്തിൽ ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ആവശ്യത്തിനുള്ള ഉപ്പിടുക, കുറച്ച് അരിപ്പൊടി ഇടുക, ബിയർ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒഴിച്ചേ മിക്സ് ചെയ്യാവുള്ളൂ. അധികം കട്ടിയാവാനും പാടില്ല. ആ ഒരു ഏത്തപ്പഴം മുക്കിയെടുക്കാവുന്ന കൺസിസ്റ്റൻസി. അങ്ങനെ ബിയറിനെ കാത്തിരുന്നുണ്ടല്ലോ, എൻ്റെ ഏത്തപ്പഴം എല്ലാം പഴുത്തൊരു വഴിക്കായി. അങ്ങനെ ഞാൻ ഒരു തരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കൊരു പകുതി കുപ്പി ബിയറേ വേണ്ടി വന്നുള്ളൂ. അങ്ങനെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലോണം പൊരിച്ചെടുക്കുക ഏത്തപ്പഴം. ആഹാ, എന്ത് രസമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളിത് ഏത്തപ്പഴമേ മാവിൽ പൊങ്ങാനുള്ള ഒന്നും ഇട്ടില്ലെങ്കിലും നല്ലോണം പൊങ്ങി വന്നു. ബിയറിൻ്റെ എഫക്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്കങ്ങനെ ഞാൻ മണത്തും രുചിച്ചും ഒക്കെ നോക്കാം. നമുക്കങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് ബിയറിൻ്റെ ആണെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. ബിയറിൻ്റെ ടേസ്റ്റ് പോലൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. കെട്ടിയോന് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ വീഡിയോ വരാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് കെട്ടിയോൻ വീഡിയോ വന്നത് പറയുന്നില്ലെന്നേ ഉള്ളൂ.